ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. 70-ാം സങ്കീർത്തനം അതിൻ്റെ 1-ാമത്തെ വാക്യം, ദൈവമേ എന്നെ വിടുവിപ്പാൻ, യഹോവേ എന്നെ സഹായിപ്പാൻ വേഗം വരേണമേ. ഭക്തനായ ദാവീദ് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. കർത്താവിനോട് പറയുന്നു, ദൈവമേ എന്നെ വിടുവിപ്പാനും എന്നെ സഹായിപ്പാനും അങ്ങ് വേഗം വരണം. അതിൻ്റെ അടുത്ത ഭാഗങ്ങളിലൊക്കെ പറയുന്നത്, എനിക്ക് പ്രാണഹാനി വരുത്തുവാൻ നോക്കുന്നവർ, എന്നെ കണ്ടിട്ട് നന്നായി നന്നായി എന്ന് പറയുന്നവർ, ഇങ്ങനെ തൻ്റെ മുമ്പിൽ ഒത്തിരി ശത്രുക്കൾ നിൽക്കുമ്പോൾ ദാവീദ് അവിടെ മനുഷ്യരിലല്ല ആശ്രയിക്കുന്നത്, ദൈവത്തിൽ ആശ്രയിക്കുകയാണ്. ഒരു ഭാഗത്ത് വചനം പറയുന്നുണ്ട്, രക്ഷിപ്പാൻ കഴിയാത്ത, സഹായിപ്പാൻ കഴിയാത്ത മനുഷ്യരിൽ നീ ആശ്രയം വയ്ക്കരുത്. ഈ വേദഭാഗം, ഈ വചനം ഇവിടെ ദാവീദ് തൻ്റെ ജീവിതത്തിനകത്ത് താൻ അങ്ങനെ തന്നെ ചെയ്യുകയാണ്. ദൈവത്തോട് പറയാണ്, ദൈവമേ അങ്ങനെ സഹായിക്കണം. എന്നെ കേൾക്കുന്ന പ്രിയരെ, വേണമെങ്കിൽ ദാവീദിന് അന്നത്തെ സാഹചര്യത്തിൽ ഇവർക്ക് വിരോധമായിട്ട് വേണമെങ്കിൽ കൂട്ടുകെട്ടൊക്കെ ഉണ്ടാക്കാം. ഇവരെ തകർക്കാൻ വേണ്ടിയിട്ട് മാനുഷികമായിട്ട് ദാവീദിന് വേണമെങ്കിൽ പ്രവർത്തിക്കാം. പക്ഷെ ദാവീദ് അവിടെ അതൊന്നും ചെയ്യുന്നില്ല. ഒന്ന് ഓർക്കണം, അന്നത്തെ രാജാവായ ശൗലിൻ്റെ മകനാകുന്ന യോനാഥാനുമായിട്ട് ദാവീദിന് നല്ല ബന്ധമുണ്ട്. നല്ല ബന്ധമെന്ന് പറഞ്ഞാൽ രഹസ്യമായി കാര്യങ്ങൾ സംസാരിക്കുന്ന നല്ല ബന്ധമുണ്ട്. തൻ്റെ അപ്പനെക്കുറിച്ച് ദാവീദുമായിട്ട് കാര്യങ്ങളെ ഷെയർ ചെയ്യുന്നൊരു ബന്ധമുണ്ട്. എന്നിട്ട് പോലും ദാവീദ് യോനാഥാനോട് എന്നെ സഹായിക്കണമെന്നോ എന്നെ രക്ഷിക്കണമെന്നോ ഒന്നും ദാവീദ് ചോദിക്കുന്നില്ല, ദാവീദ് ആഗ്രഹിക്കുന്നില്ല. കാരണം എന്തുവാണ്? ദാവീദിനറിയാം, കാട്ടിൽ കടന്ന എന്നെ ഇത്രത്തോളം കൊണ്ടുവന്ന് മാന്യതയുടെ വസ്ത്രം തനിക്ക് ലഭിച്ചെങ്കിൽ കേവലം മനുഷ്യന് പറ്റുന്നതല്ല. കാരണം ഭൂമിയിൽ തനിക്ക് ജന്മം കൊടുത്ത അപ്പൻ എടുത്ത് കാട്ടിലെറിഞ്ഞു. ബാക്കിയുള്ള 7 മക്കളെ തന്നോടൊപ്പം ചേർത്ത് നിർത്തുമ്പോൾ തന്നെ ഒരു ഭാഗത്ത് അപ്പൻ പോലും മാറ്റി നിർത്തിയപ്പോൾ ദൈവം തന്നെ ഏറ്റവും മുൻപന്തിയിൽ കൊണ്ടുവന്നെങ്കിൽ ദാവീദ് പറയാണ്, എനിക്ക് മനുഷ്യൻ്റെ സഹായം വേണ്ട. എന്നെ കണ്ടിട്ട് നന്നായി നന്നായി എന്ന് പറഞ്ഞ് ചിരിക്കുന്നവർക്കൊക്കെ മറുപടി കൊടുക്കാൻ എൻ്റെ ദൈവത്തിന് പറ്റും. മനുഷ്യരുടെ ഇടയിൽ ഞാൻ കൂട്ടുകെട്ടുണ്ടാക്കി, ഞാൻ ഇവർക്ക് വിരോധമായിട്ട് സംസാരിച്ച് ദൈവത്തിന് വിരോധമായി ജീവിപ്പാൻ ദാവീദ് തയ്യാറല്ല. ദാവീദിന്റെ സങ്കീർത്തനം മുഴുവൻ നോക്കിയേ, ദാവീദ് ഏത് സാഹചര്യത്തിലും ദൈവത്തോട് നിലവിളിക്കുകയാണ്. ദാവീദിന്റെ ജീവിതത്തിനകത്ത് ദാവീദിന് ഒന്നേ പറയാനുള്ളൂ, എന്നെ സഹായിക്കാൻ ദൈവം ഇറങ്ങി വരും. അവിടെ പറയുന്നത് അങ്ങനെയാണ്, എനിക്ക് പ്രാണഹാനി വരുത്തുവാൻ നോക്കുന്നവരുണ്ട്, ദൈവമേ എന്നെ അങ്ങ് സഹായിക്കണം. ഈ സന്ദേശം കേൾക്കുമ്പോൾ പ്രിയരെ, നമ്മുടെയൊക്കെ ജീവിതത്തിനകത്ത് ഏതെങ്കിലുമൊക്കെ സാഹചര്യങ്ങൾ വരുമ്പോൾ നമ്മൾ വേഗം കണ്ടെത്തുന്ന ചില വഴികളുണ്ട്, കുറുക്കു വഴികൾ. പെട്ടെന്ന് നമ്മുടെ ഹൃദയത്തിനകത്തോട്ട് ഓടി വരുന്ന ചില വ്യക്തികൾ പോലും ഉണ്ട്. പക്ഷേ പ്രിയരെ, ദൈവം അത് ആഗ്രഹിക്കുന്നില്ല, ദൈവം അത് അനുവദിക്കുന്നില്ല. ചില സാഹചര്യങ്ങളിലൊക്കെ ദൈവം നമ്മളെ കൊണ്ട് നിർത്തുന്നത് നമ്മളത് എങ്ങനെ ഫേസ് ചെയ്യുന്നു എന്ന് ദൈവത്തിന് കാണാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ നമ്മൾ ദൈവസന്നിധിയിൽ മുട്ടുമടക്കുന്നതിന് പകരം മനുഷ്യരുടെ മുഖത്തോട്ട് നോക്കുമ്പോൾ നമ്മുടെ കർത്താവ് ഒരുപാട് ദുഃഖിക്കാറുണ്ട്, വേദനിക്കാറുണ്ട്. കാരണം ഒരു പ്രയാസം നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ തന്നെ ശ്രേഷ്ഠകരമായ നിലയിൽ, ദൈവം ആഗ്രഹിക്കുന്ന നിലയിൽ നമ്മളെ കൊണ്ടെത്തിക്കാൻ ചിലയിടത്തൊക്കെ ദൈവം നമ്മളെ നിർത്തുമ്പോൾ അവിടെ വിശ്വസ്തയോടെ നിന്ന് ദൈവത്തിൻ്റെ മുഖത്തെ നോക്കി മനുഷ്യരിൽ ആശ്രയിക്കാതെ ദൈവത്തിൽ ആശ്രയിച്ച് ആത്മമണ്ഡലത്തിൽ സഞ്ചരിപ്പാൻ ദൈവം കൃപ ചെയ്യട്ടെ. വിശ്വസിക്കുക, പ്രാർത്ഥിക്കുക. ദൈവം വിശ്വസ്തൻ. ഗോഡ് ബ്ലെസ് യു.